നീറ്റ് 2024 എക്സാം പേപ്പർ ലീക്കായി എന്നാരോപിച്ച് നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഇന്നലെ അതായത് ജൂൺ 11 NTA ഒരു നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ നോട്ടീസിലൂടെ സുപ്രീം കോടതി NTA നിന്നും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതായത് NTA നിന്നും രാജ്യം പ്രതീക്ഷിക്കുന്ന അതല്ലെങ്കിൽ നീറ്റ് എക്സാം എഴുതി 25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ NTA ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്ന NTA എക്സാം കണ്ടക്ട് ചെയ്യുന്നതിലുള്ള ആ വിശ്വസ്തത അതല്ലെങ്കിൽ പവിത്രത അതിന് കാര്യമായ മങ്ങലേറ്റിട്ടുണ്ട്, പോറലേറ്റിട്ടുണ്ട് എന്ന വളരെ ഗൗരവമേറിയ ഒരു ആരോപണമാണ് സുപ്രീം കോടതി NTA മേൽ ചാർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്രയും കാലമായി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരേപോലെ ആവശ്യപ്പെട്ടിരുന്ന അതേ ചോദ്യം തന്നെയാണ് സുപ്രീം കോടതി ഇന്നലെ NTA ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ NTA ഉയർന്നു വരുന്ന എല്ലാ ആരോപണങ്ങൾക്കും NTA വളരെ വ്യക്തമായ മറുപടി നൽകിയേ മതിയാവും. സുപ്രീം കോടതി ജസ്റ്റിസ് വിക്രംനാഥും അസനുദ്ദീൻ അമാനുല്ലയും ഉൾപ്പെടുന്ന വെക്കേഷൻ ബെഞ്ച് NTA ഭാഗത്തുള്ള വ്യക്തമായ വിശദീകരണത്തിന് വേണ്ടി അടുത്ത മീറ്റിംഗ് ജൂലൈ 8 മാറ്റിവെച്ചിരിക്കുകയാണ്. NTA എക്സാം കണ്ടക്ട് ചെയ്യുന്നതിലുള്ള പവിത്രതയെ വളരെ വ്യക്തമായി സുപ്രീം കോടതി വിമർശിച്ചുവെങ്കിലും സുപ്രീം കോടതി ജസ്റ്റിസ് വിക്രംനാഥ് ഉന്നയിച്ചു വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കും സ്റ്റേ ഉണ്ടാവില്ല, കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്ന വളരെ വിചിത്രമായ ഒരു വാദം കൂടിയാണ്. അത് NTA ജൂലൈ 8 എന്ത് വാദം ഉന്നയിക്കുകയാണെങ്കിൽ പോലും, എന്ത് തന്നെ മറുപടി നൽകുകയാണെങ്കിൽ പോലും കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കൗൺസിലിംഗ് അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉറക്കെ തന്നെ നടക്കും, അതിനൊരിക്കലും സ്റ്റേ ഉണ്ടാവില്ല എന്ന വാദം സുപ്രീം കോടതി തന്നെ ഉന്നയിക്കുമ്പോൾ വീണ്ടും വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് NTA വാദം കേൾക്കുന്നത് വരെ കൗൺസിലിംഗ് സ്റ്റേ ചെയ്യുന്നു എന്ന ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ ഇത്രയും ആശയക്കുഴപ്പം ഉണ്ടാകുമായിരുന്നില്ല. കാരണം ഇൻ കേസ് ഇനി NTA ഭാഗത്ത് വ്യക്തമായ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അഡ്മിഷൻ എടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന വിദ്യാർത്ഥികളെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമായിരിക്കും ഇനി ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. എന്തു തന്നെയാണെങ്കിലും ഗ്രേസ് മാർക്ക് വിഷയവുമായി ബന്ധപ്പെട്ട മറ്റ് വിവാദങ്ങളിൽ സുപ്രീം കോടതി NTA ഭാഗത്തുള്ള വിശദീകരണങ്ങൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നീറ്റ് 2024 റിസൾട്ടുമായും റാങ്കുമായും ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അനിശ്ചിതത്വങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.